ദൈവവചന ശുശ്രൂഷയിലേക്ക് നമുക്ക് പോകാം. നമ്മൾ ഈ മാസത്തിൽ നമ്മൾ പ്രാരംഭമായി ചിന്തിച്ചു വരുന്ന ഒരു വേദ തീമുണ്ട്. സ്തോത്രം. നമുക്ക് എല്ലാവർക്കും അറിയാം. എന്താ? സോ ദ സീഡ്, വിത്ത് വിതയ്ക്കുക. ഹല്ലേലൂയ. വിതയെക്കുറിച്ചാണ്. വിത്ത് വിതയ്ക്കുക എന്നുള്ളതാണ് നമ്മൾ ഈ മാസം ചിന്തിച്ചു വരുന്നതായ ഒരു തീം. പ്രൈസ് ഗോഡ്. ഞാൻ അതിൻ്റെ പ്രാരംഭ ആഴ്ചയിൽ സ്തോത്രം വിത്തിനെ കുറിച്ചും നമ്മൾ ചിന്തിപ്പാനിടയായി അല്ലേ. വിത്തിൻ്റെ പവർ ദൈവവചനത്തോടുള്ള ചേർന്ന് ആ ദൈവവചനത്തിൻ്റെ ശക്തി എത്ര വലുതാണെന്നും ദൈവവചനത്തിൽ കൂടെ എന്തൊക്കെ ചെയ്യാൻ കഴിയുമെന്നുള്ളതിനായ വിശദമായ കാര്യങ്ങൾ നമ്മൾ ചിന്തിപ്പാൻ ഇടയായി തീർന്നു. സ്തോത്രം. ആമേൻ. ഹല്ലേലൂയ. അപ്പോൾ ഇവിടെ ഈ നമ്മൾ വായിച്ചു വരുന്ന നമ്മുടെ കുറിവാക്ക് മറക്കരുത്. മത്തായിയുടെ സുവിശേഷം 13-ാം അധ്യായമാണ് നമ്മൾ ചിന്തിച്ചു വരുന്ന വേദഭാഗം. അവിടെ പ്രാരംഭത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യമുണ്ട്. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. ഓക്കെ, ഇവിടെ ഒരു വിതക്കാരനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. നിങ്ങൾ വിത കണ്ടിട്ടുണ്ടോ? വിതയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അറിയത്തില്ലല്ലേ. കണ്ടിട്ടുണ്ടോ? കുഞ്ഞുങ്ങളുണ്ടോ? ഡിഡ് യു സീ ദാറ്റ്? സോ കണ്ടിട്ടുണ്ടോ? സോ ഇങ്ങനെ വിതയ്ക്കുന്ന കണ്ടിട്ടുണ്ടോ? ഇല്ല, ഒരു കണ്ടിട്ടില്ല. ഓക്കെ, സ്തോത്രം. അപ്പോൾ നിങ്ങളെല്ലാം വിതയ്ക്കുന്ന കണ്ടുണ്ട്. അപ്പം ഇവിടെ പറഞ്ഞിരിക്കുന്നു ഒരു വിതക്കാരനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ഈ വിതക്കാരനെ കുറിച്ച് പല നിലയിലുള്ള വ്യാഖ്യാനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യേശു ക്രിസ്തു അല്ലെങ്കിൽ ക്രിസ്തുവിനെ കുറിച്ച്, പുത്രനായ യേശുവിനെ കുറിച്ച്, അവൻ വിതച്ച വിത്തിനെ കുറിച്ചൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നതെങ്കിലും തുടർച്ചയായി നമ്മൾ ഇങ്ങോട്ട് വായിക്കുമ്പോൾ ഇന്നത്തെ പശ്ചാത്തലത്തിൽ സ്തോത്രം ആ വിത നമ്മെ ഓരോരുത്തരെയും ഏൽപ്പിച്ചിരിക്കുകയാണ്. ഒപ്പം കർത്താവ് വിത തുടങ്ങിയെങ്കിൽ അപ്പോസ്തലപ്രവൃത്തി 1-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യത്തിൽ കർത്താവ് പറഞ്ഞു, നിങ്ങൾ പുറപ്പെടണം, ഇനി നിങ്ങൾ വിതയ്ക്കണം, നിങ്ങളുടെ ഉത്തരവാദിത്വം വിതയ്ക്കുക എന്നുള്ളത്. കർത്താവ് വിത ആരംഭിച്ചു. പക്ഷേ ആ വിതയുടെ ഉത്തരവാദിത്വം തലമുറകളിലേക്ക് കൈമാറുക. ഇപ്പോൾ നാം ഓരോരുത്തരും ആരാണ്? നമ്മൾ ആരാണ്? പറഞ്ഞേ. വിതക്കാരനാണ്. നമ്മൾ ഓരോരുത്തരും വിതയ്ക്കുന്നവരാ അല്ലേ. സ്തോത്രം. അപ്പോൾ നാം വായിച്ച ഭാഗത്ത് ഇങ്ങനെയാണ് വചനം വിതയ്ക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. വചനം വിതയ്ക്കുക. എങ്കിലും നമ്മൾ പൊതുവായിട്ട് ചിന്തിക്കുമ്പോൾ നമ്മൾ എപ്പോഴും എല്ലാവരും വിതയ്ക്കുന്നവരാണ്. വിതയ്ക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ പല അർത്ഥത്തിലാണ് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും വിതയ്ക്കാറുണ്ട്. ഓരോ ദിവസവും നമ്മൾ എന്തെങ്കിലുമൊക്കെ വിതയ്ക്കുന്നുണ്ട്. നാം അറിഞ്ഞോ അറിയാതെയോ ഒക്കെ നമ്മൾ വിതയ്ക്കുന്നവരാണ്. ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് വിതക്കാരനെ കുറിച്ചാണ്. ഓക്കെ, നമ്മൾ വിത്തിനെ കുറിച്ച് ചിന്തിച്ചു, വിതക്കാരനെ കുറിച്ച് നമ്മൾ ചിന്തിക്കാൻ പോകുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ എല്ലാവരും വിതയ്ക്കാറാണ്. നമ്മൾ എന്തെങ്കിലുമൊക്കെ നമ്മൾ വിതയ്ക്കുന്നവരാണ്. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ നമ്മുടെ പിതാക്കന്മാർ വിതച്ചതിൻ്റെയൊക്കെ അനന്തര ഫലമാണ് നമ്മൾ ഇവിടെ ആയിരിക്കുന്നത്. നമുക്ക് മുന്നേ ആരൊക്കെയോ വിതച്ചത് കൊണ്ടാണ് നമ്മൾ ഈ വചനം കേൾപ്പാനിടയായത്. ആരൊക്കെയോ വിതച്ചത് കൊണ്ടാണ് നമ്മളിത് ഈ അനുഭവത്തിലേക്ക് കടന്നു വരാൻ ഇടയായി തീർന്നത്. സ്തോത്രം. ഹല്ലേലൂയ. നമ്മൾക്കറിയാം, തിരുവചനം പഠിക്കുമ്പോൾ ആരൊക്കെയോ നമുക്ക് മുന്നമേ വിതച്ചതിൻ്റെ റിസൾട്ടാ നാം ഓരോരുത്തരും. വിതയ്പ്പാൻ ഒരു കാലമുണ്ട്, കൊയ്യാനൊരു കാലമുണ്ട്. ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് നാളെ കൊയ്യും. യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് നമ്മൾ വന്നാൽ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായം അതിന്റെ 36 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ അവിടെ യേശു പറയുന്നൊരു കാര്യമുണ്ട്. സ്തോത്രം. 36 മുതൽ താഴോട്ട് വായിച്ചു. വിതയ്ക്കുന്നവനും കൊയ്യുന്നവനും ഒരുമിച്ച് സന്തോഷിപ്പാൻ തക്കവണ്ണം കൊയ്യുന്നവൻ കൂലി വാങ്ങി നിത്യജീവങ്കലേക്ക് വിളവ് കൂട്ടി വയ്ക്കുന്നു. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുത്തൻ എന്നുള്ള മതി. വിതയ്ക്കുന്നത് ഒരുത്തൻ, കൊയ്യുന്നത് മറ്റൊരുവൻ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇന്ന് നമ്മൾ വിതയ്ക്കുന്നത് കൊയ്യുന്നൊരു കാലം വരും. അപ്പോൾ ഇന്ന് നമ്മളെ വിതയ്പ്പാൻ ഏൽപ്പിച്ചിരിക്കുകയാണ്. നമ്മുടെ കയ്യിൽ ഒരു വിത്ത് തന്നിട്ടുണ്ട്. ഈ പ്രാരംഭത്തിൽ വചനത്തോടുള്ള ബന്ധത്തിൽ ചിന്തിക്കാം. നമ്മൾ വിതയ്ക്കണം. നമ്മൾ വിതയ്ക്കുന്നതാണ് അടുത്ത ജനറേഷന്റെ കൊയ്ത്ത്. നിന്നെയും കർത്താവ് ഏൽപ്പിച്ചിരിക്കുന്ന ഒരു ദൗത്യമുണ്ട്, അത് മറന്നു പോകരുത്. ആ വിത നമ്മൾ ചെയ്തില്ലെങ്കിൽ കൊയ്യാൻ മണിയില്ലാതെ വരും, കൊയ്ത്ത് നടക്കാതെ വരും. സ്തോത്രം. മുൻകാലങ്ങളിൽ ചിന്തിച്ചു നോക്കിക്കേ. മുൻകാലങ്ങളിൽ പിതാക്കന്മാർ വിതച്ചത് കൊണ്ടാണ് നമ്മൾ ഇന്ന് ഈ വിശ്വാസം നിൽക്കുന്നത്, ഈ വിശ്വാസത്തിൽ വരാനിടയായത്. അങ്ങനെയെങ്കിൽ അടുത്ത തലമുറ കൊയ്യണമെങ്കിൽ, അവരുടെ കാലത്തൊരു കൊയ്ത്ത് നടക്കണമെങ്കിൽ ഇന്ന് വിതപ്പാൻ എന്നെയും നിന്നെയും ഏൽപ്പിച്ചിരിക്കുന്നുവെങ്കിൽ അത് വിതപ്പാൻ നാം തയ്യാറാകണം. വിതയ്ക്കാതിരുന്നാൽ കൊയ്ത്ത് നടക്കത്തില്ല. വിതയുടെ സ്തോത്രം അവിടെ പറഞ്ഞിരിക്കുന്നത് ചിലര് വചനം വിതച്ചു. അപ്പോൾ ഈ വിത എന്ന് പറയുന്നത് പല നിലയിലാണ്. എല്ലാവരും വചനം വിതയ്ക്കാൻ പറ്റത്തില്ല. ചിലർക്ക് വിതയ്ക്കാൻ പറ്റും, കണ്ണുനീര് വിതയ്ക്കാൻ പറ്റും.
ആമേൻ. അപ്പൊ ഇന്ന് നമ്മൾ എന്ത് വിതയ്ക്കുന്നോ അത് തലമുറകളെ പകരട്ടെ. ഞാൻ പറയട്ടെ ദൈവമക്കളെ, നമ്മൾ വിതയ്ക്കുന്നത് നമ്മുടെ തലമുറകളിൽ പകരപ്പെടുക. ഇന്ന് നിങ്ങൾ ജീവിക്കുമ്പോൾ നിങ്ങൾ വിതയ്ക്കുന്ന എന്തെങ്കിലുമൊക്കെ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ ഒക്കെ വിതയ്ക്കുന്നുണ്ട്. അത് എവിടെ വീഴുന്നറിയാമോ? തലമുറയുടെ നിലത്തിൽ, അവരുടെ നിലമാകുന്ന ആ നിലത്തിലേക്ക് വീണുകൊണ്ടിരിക്കുക. നീ വിദ്വേഷമാണ് വിതയ്ക്കുന്നെങ്കിൽ ആ വിദ്വേഷത്തിന്റെ വിത്തായിരിക്കും തലമുറയിലേക്ക് വീഴുന്നത്. നീ പരദൂഷണമാണ് വിതയ്ക്കുന്നെങ്കിൽ അതിന്റെ വിത്തായിരിക്കും തലമുറയിലേക്ക് വീഴുന്നത്. നീ പിണക്കത്തിന്റെ വിത്താണ് വിതയ്ക്കുന്നെങ്കിൽ ആ വിത്തായിരിക്കും തലമുറയിലേക്ക് വീഴുന്നത്. അല്ലെങ്കിൽ പകൽക്കാലം ഓർക്കണം, നീ വിതയ്ക്കുന്നത് അവരിലേക്ക്. എന്നാൽ നീ വചനം വിതച്ചാൽ അവരിൽ വചനം കിളിർക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നീ സ്നേഹം വിതച്ചാൽ അവർ സ്നേഹം വിതയ്ക്കാൻ തുടങ്ങും. അല്ലെങ്കിൽ നീ റെസ്പെക്ട്, ബഹുമാനം വിതച്ചാൽ അവർ നിന്റെ തലമുറയും അല്ലെങ്കിൽ ബഹുമാനം കൊയ്യുവാൻ തുടങ്ങും. നീ വിതയ്ക്കുന്നത് തലമുറകളിലേക്ക് പകരപ്പെടുന്നത്. സ്തോത്രം. പിതാക്കന്മാർ, നമുക്കറിയാം ഇവിടെ വിതയുടെ പിന്നിൽ ഒത്തിരി കഷ്ടപ്പാടുണ്ട്. ഒത്തിരി കഷ്ടപ്പാടുണ്ട്. വെറുതെ വിതയ്ക്കാൻ പറ്റത്തില്ല. വിതയ്ക്കണമെങ്കിൽ ഒത്തിരി വില കൊടുക്കണം. നമുക്കറിയാം പെന്തക്കോസ്ത് നാള് മുതൽ ഇങ്ങോട്ട് ചിന്തിച്ചാൽ പിതാക്കന്മാരൊക്കെ ഒത്തിരി വില കൊടുത്ത് വിതച്ചത് കൊണ്ടാണ് ഇന്ന് പലതും, സ്തോത്രം, ഹല്ലേലൂയ, കൊയ്ത്ത് അല്ലെങ്കിൽ നമ്മെ പോലുള്ളവരൊക്കെ ക്രിസ്തുവിൽ കാണപ്പെടുന്നത്. ഇന്നത്തെ പെന്തക്കോസ്ത് സമൂഹം നിലനിൽക്കുന്നതിന്റെ കാരണം അതിന്റെ പിന്നിൽ പിതാക്കന്മാർ കൊടുത്ത വിലയാ. ആമേൻ, ഹല്ലേലൂയ. പിതാക്കന്മാർ വില കൊടുത്തത് കൊണ്ടാണ് ഇന്ന് പകൽക്കാലം നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. നമ്മുടെ മാതാവും പിതാവും നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ദൈവസന്നിധി കൊടുത്ത വിലയാ, കണ്ണുനീരാ ഇന്ന് പകൽക്കാലം നാം ഓരോരുത്തരും ആയിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഒരു കാര്യം മറന്നു പോകരുത്, ഇന്ന് നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ചില ഉദ്യമമുണ്ട്. അല്ല നീ മൗനമായിരുന്നാൽ, അല്ല സ്തോത്രം, എസ്തേറിനോട് പറഞ്ഞ പോലെ ഇന്ന് നീ മൗനമായിരുന്നാൽ ഇസ്രായേലിനൊരു ഉദ്ധാരണം ഉണ്ടാകും. നീയും നിന്റെ പിതൃഭവനവും. ദൗത്യം മറന്നു പോകരുത്, നമ്മെ ഏൽപ്പിച്ചിരിക്കുന്ന കൊയ്ത്ത്. ഹല്ലേലൂയ. അപ്പോ കൊയ്ത്തിന്റെ പിന്നിൽ ഒത്തിരി വില കൊടുക്കുന്നവരുണ്ട് ഇവിടെ. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു നോക്കിക്കേ, പിതാക്കന്മാരുടെ കാലത്ത് അല്ലെങ്കിൽ പെന്തക്കോസ്തിന്റെ മുൻ തലമുറയെ നോക്കിക്കേ, എന്താ ഇന്ന് നോക്കിക്കേ, എന്തുമാത്രം വിലയാ കൊടുക്കുന്നത്. ചിലർ വിതച്ചത് അവരുടെ ജീവനാ, ചിലർ വിതച്ചത് അവരുടെ ജീവനാ, ചിലർ വിതച്ചത് അവരുടെ കണ്ണുനീരാ, ചിലർ വിതച്ചത് അവരുടെ ഉപവാസമാ. ഇതൊക്കെ നീ വിതയ്ക്കുന്ന വിതകളാ. ഇത് വിതച്ചാൽ ഒരു കൊയ്ത്ത് വെച്ചിട്ടുണ്ട്. ഇന്ന് വിതയ്ക്കാൻ ദൈവമാക്കി വെച്ചിരിക്കുന്നത് ആരെയാണെന്നറിയാമോ? നമ്മെ ഓരോരുത്തരെയാ. പിതാക്കന്മാർ വിതച്ചു, അവർ ജീവൻ നൽകി, അവർ മുട്ടുമേൽ നിന്ന് വേലലി ഉപവസിച്ചു, അവർ കണ്ണുനീരോടെ പ്രാർത്ഥിച്ചു, അവർ പട്ടിണി കിടന്നത് വിതച്ച വിതയാ, അവർ കഷ്ടപ്പെട്ടത് വിതച്ച വിതയാ. അതിന്റെ റിസൾട്ട് ഈ കാലഘട്ടത്തിൽ നാം ഓരോരുത്തരും ആയിരിക്കുന്നതെങ്കിൽ ദൈവമക്കളെ, ഇന്ന് നമുക്ക് ലഭിച്ചത് കൊണ്ട് സൂഹിച്ചുകൊണ്ടിരിക്കാനല്ല, മറിച്ച് വിതയ്ക്കാൻ തയ്യാറായാൽ അടുത്ത തലമുറയിൽ കൊയ്യാൻ വല്ലതും കാണും. സ്തോത്രം. വിതയ്ക്കണം. അപ്പോൾ നമുക്കറിയാം പെന്തക്കോസ്ത് നാളിൽ ഈ ദൗത്യം കർത്താവ് നമുക്ക് സഭയ്ക്ക് നൽകി. വിതയുടെ ദൗത്യം ആർക്ക് നൽകി? സഭയ്ക്ക് നൽകി. ഇപ്പൊ ഇന്ന് വിതയ്ക്കുന്ന ആരാ? വിളിച്ച സുവിശേഷന്മാർ മാത്രം വിതച്ചാൽ മതി എന്നാണോ? പാസ്റ്റർമാർ മാത്രം വിതച്ചാൽ മതി എന്നാണോ? പിന്നെ ആര് വിതയ്ക്കണം? നീ പറയുന്ന ഓരോ വാക്കും വിതയ്ക്കുന്ന ഓരോ വിത്ത, നീ കൊടുക്കുന്ന ഓരോ ട്രാക്റ്റും വിതയ്ക്കുന്ന ഓരോ വിത്ത, നീ കണ്ണുനീർ ഒരു ആത്മാവിന് വേണ്ടി പ്രാർത്ഥിച്ചാൽ നീ കൊടുക്കുന്ന ഒരു വിത്ത. ഇന്ന് പകൽക്കാലം ഇത് വിതയ്ക്കാൻ എത്ര പേര് തയ്യാറാകും? ആത്മാക്കളെ ഓർത്ത് ഹൃദയം നുറുങ്ങി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? ഹല്ലേലൂയ. നശിച്ചു പോകുന്ന രാജ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് എത്ര നാളായി? നീ വിതയ്ക്കുന്ന, നിന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ദൗത്യം നീ മറന്നു പോകരുത്. ഹല്ലേലൂയ. ആത്മാക്കളെ രക്ഷിക്കുവാനുള്ള വലിയ ദൗത്യം ദൈവം നമ്മളിലേക്ക് കൈമാറിയെങ്കിൽ വിത്ത്, ഹല്ലേലൂയ, ഇവിടെ ശ്രദ്ധിക്കണമേ, വിത്ത് കൂട്ടിവെച്ചാൽ വിത നടക്കത്തില്ല. വിത നടക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അത് വിതയ്ക്കണം. ആമേൻ. ഇന്ന് പലപ്പോഴും നമ്മുടെ പ്രശ്നം എന്തറിയാമോ? നമ്മൾ കൂട്ടിവെച്ചിരിക്കുക. ഹല്ലേലൂയ. വിത്തുണ്ടോ എന്ന് ചോദിച്ചാൽ വിത്ത് കിട്ടിയില്ലേ? വിത്ത് കിട്ടിയില്ലേ? കിട്ടി. പക്ഷേ വിതച്ചോ? വിതയ്ക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ അതിന്റെ അർത്ഥം ഇപ്പോഴും നിങ്ങൾ വിത്ത് കൂട്ടിവെച്ചിരിക്കുക, വിത നടക്കത്തില്ല. സ്തോത്രം. അപ്പോൾ ഒന്നാമത്തെ ഘടകം വിതയ്ക്കുക എന്നുള്ളതാണ്. ഞാൻ ഇന്ന് പകൽക്കാലം ചിന്തിക്കാൻ താല്പര്യപ്പെടുന്നത് സം പ്രിൻസിപ്പിൾസ് ഓഫ് സീയിങ് ആൻഡ് റീപ്പിംഗ്. വിതയുടെയും കൊയ്ത്തിൻ്റെയും പിന്നിലുള്ള ചില പ്രിൻസിപ്പിൾസ് ശ്രദ്ധിച്ച് കേൾക്കണം. ഇതിനൊരു ചില തത്വങ്ങളുണ്ട്. ഒരു യാഥാർത്ഥ്യമാണ്. വിതയും കൊയ്ത്തും എന്ന് പറയുന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇത് വളരെ ഇന്നും എല്ലാവർക്കും ഏത് കാലഘട്ടത്തിലുമുള്ള ജനത്തിന്
വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഒന്നാമത്തെ കാര്യം നമ്മൾ കഴിഞ്ഞ ആഴ്ചകൾ ചിന്തിച്ചു, വചനം വിതയ്ക്കുക. ഇനി രണ്ടാമത്തെ കാര്യം, നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. വായിച്ചേ ഗലാത്യ ലേഖനം 6:7-8 വാക്യം. ദൈവത്തെ പരിഹസിച്ചുകൂടാ, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ അവിടെ നിൽക്കട്ടെ. ആദ്യത്തെ ഭാഗം, മനുഷ്യൻ വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ശ്രദ്ധിച്ചേ, ഇവിടെ ഊന്നി പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ? വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ആമേൻ, സ്തോത്രം. ഇത് രണ്ട് ഭാഗം ഇതിനകത്തുണ്ട്. അതിനകത്ത് ഒരു ഭാഗം സന്തോഷത്തിൻ്റെ കാര്യവും ഒരു ഭാഗം ദുഃഖത്തിൻ്റെ കാര്യമാണ്. ചുരുക്കത്തിൽ ഇത്രയേ ഉള്ളൂ, എന്തു വിതയ്ക്കുന്നോ എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും കൊയ്ത്ത് നടക്കുന്നത്. നീ നെല്ല് വിതച്ചാൽ ഗോതമ്പ് കൊയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. നെല്ല് കൊയ്യണമെങ്കിൽ എന്ത് വിതയ്ക്കണം? നെല്ല് വിതയ്ക്കണം. ടൊമാറ്റോ പറിക്കണമെങ്കിൽ ഏതിൻ്റെ സീഡ് വേണം? ആപ്പിളിൻ്റെ സീഡ് കൊണ്ട് നട്ടാൽ ടൊമാറ്റോ പറിക്കാൻ പറ്റുമോ? പറ്റുമോ കുഞ്ഞുങ്ങളെ? ഇല്ല. ഓക്കെ, ടൊമാറ്റോ എടുക്കണമെങ്കിൽ എന്തോത്തിൻ്റെ സീഡ് നടണം? ആപ്പിളിൻ്റെ സീഡ് നടണോ? പിന്നെ ടൊമാറ്റോയുടെ സീഡ് നടണം അല്ലേ? അപ്പോൾ ഓരോന്നിനും അതിൻ്റെതായ സീഡുണ്ട്. ആ സീഡ് നടുമ്പോഴാണ് അതിൻ്റെ വിത്ത് കിട്ടുന്നത്, അതിൻ്റെ ഫലം കിട്ടുന്നത് അല്ലേ? സ്തോത്രം. അപ്പോൾ മുതിർന്നവർ ശ്രദ്ധിക്കണം, ഗോതമ്പ് കൊയ്യണമെങ്കിൽ ഗോതമ്പ് തന്നെ വിതയ്ക്കണം. അപ്പം നമ്മുടെ കൊയ്ത്തെന്ന് പറയുന്നത് ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ്? വിതയുടെ അടിസ്ഥാനത്തിലാണ്. ശ്രദ്ധിച്ചിരിക്കണേ, വിതയുടെ അടിസ്ഥാനത്തിലാണ് കൊയ്ത്ത് നടക്കുന്നത്. ഓക്കെ, അപ്പം നമ്മൾ ഇന്നലെ എന്താണോ വിതച്ചത് അതാണ് നമ്മൾ ഇന്ന്, ഹലോ ശ്രദ്ധിച്ചേക്കണം, നമ്മൾ ഇന്നലെ എന്താണോ വിതച്ചത് അതാണ് ഇന്ന് നമ്മൾ കൊയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇന്ന് എന്താണോ നമ്മൾ വിതയ്ക്കുന്നത് അത് നാളെ കൊയ്യും. മറക്കരുത്, ഇതൊരു പ്രതിഭാസമാണ്. വചനത്തിൽ വചനമല്ല, തത്വത്തിൽ യാഥാർത്ഥ്യമായൊരു കാര്യമാണ്. ഇന്നലെ നിങ്ങൾ വിതച്ചതാണ് ഇന്ന് നമ്മൾ കൊയ്യുന്നത്. ഇന്ന് നാം എന്ത് വിതയ്ക്കുന്നോ അത് നാളെ കൊയ്യാൻ പോകുകയാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ ടോക്ക് ചെയ്യുന്ന വിത എന്ന് പറയുന്നത് വചനത്തോടുള്ള ബന്ധത്തെ മാത്രമല്ല, ജനറലിയാണ് ഞാൻ പറയുന്നത്. നീ എന്ത് വിതച്ചാലും അത് തന്നെയായിരിക്കും. തത്വം മറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. ഓക്കെ, അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്, താഴോട്ട് പറയുന്നത്, ആത്മാവിൽ ജഡത്തിൽ വിതയ്ക്കുന്നവൻ ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ജഡത്തിൽ നിന്ന് നാശം കൊയ്യും. ആത്മാവിൽ വിതയ്ക്കുന്നവൻ ആത്മാവിൽ നിന്ന് നിത്യജീവനെ കൊയ്യും. കണ്ടോ? അപ്പോൾ ഇവിടെ രണ്ട് നിലയിലുള്ള വിതയെ പൗലോസ് പറഞ്ഞിരിക്കുക. ഒന്ന് ആത്മാവിലുള്ള കൊയ്ത്ത്, രണ്ട് ജഡത്തിലുള്ള വിതയും ജഡത്തിലുള്ള കൊയ്ത്തും. ഓക്കെ, അപ്പോൾ ഇവിടെ നല്ല വിത്താണ് നമ്മൾ വിതയ്ക്കുന്നെങ്കിൽ എപ്പോഴും നല്ല റിസൾട്ട് നമുക്ക് കിട്ടും. ആത്മാവിലുള്ള വിത എന്ത് കിട്ടുമെന്ന് പറഞ്ഞിരിക്കുന്നത്? ഓക്കെ, അപ്പോൾ പ്രാരംഭത്തിൽ ജഡത്തിലുള്ള വിത ഒന്ന് ചിന്തിക്കാം. അപ്പോൾ ഇവിടെ പറയാ, ജഡത്തിൽ നിങ്ങൾ വിതയ്ക്കുന്നത് എന്ത് കൊയ്യും? ഓക്കെ, അപ്പോൾ എന്താ ഈ ജഡത്തിലുള്ള വിത? ജഡത്തിലുള്ള വിത എന്താ? ജഡത്തിൽ വിതയ്ക്കുന്നത് ജഡത്തിന്റെ പ്രവർത്തികളാ അല്ലേ? അങ്ങനെയെങ്കിൽ ജഡത്തിന്റെ വിത്തുകളാണ് നാം വിതയ്ക്കുന്നതെങ്കിൽ നമ്മൾ കൊയ്യുന്നത് നാശം തന്നെയായിരിക്കും. അതിന് സംശയമൊന്നുമില്ല. ഓക്കെ, നമ്മൾ യോബിന്റെ പുസ്തകത്തിൽ 4:8 പറഞ്ഞിരിക്കുന്നത്, കഷ്ടത നിങ്ങൾ വിതച്ചാൽ, ഓക്കെ വായിച്ചേ, ഞാൻ കണ്ടെടുത്തോളം അന്യായം ഉഴുത് കഷ്ടത വിതയ്ക്കുന്നവർ അത് തന്നെ കൊയ്യുന്നു. കഷ്ടത വിതയ്ക്കുന്നവൻ അത് തന്നെ കൊയ്യും. ഓക്കെ, സ്തോത്രം. നീതികേട് വിതയ്ക്കുന്നവൻ അതുപോലെ കൊയ്യും. സദൃശവാക്യം 22:8, നീതികേട് വിതയ്ക്കുന്നവൻ ആപത്ത് കൊയ്യും. നീതികേട് വിതയ്ക്കുന്നവൻ, ഇതെല്ലാം കൊയ്ത്താ. അപ്പൊ ഈ കൊയ്യുന്നതേ എന്ത് ചെയ്യത്തുള്ളൂ? വിതയ്ക്കത്തുള്ളൂ. നീ നീതികേടാണ് കാണിക്കുന്നതെങ്കിൽ, നീതികേടാണ് വിതയ്ക്കുന്നതെങ്കിൽ നീ കൊയ്യാൻ പോകുന്നത് എന്താ? ആപത്താ. അപ്പോ ഈ ജഡത്തിന്റെ വിതയെന്ന് പറയുന്നത്, നമ്മൾ ഏത് വിത്താണോ വിതയ്ക്കുന്നത്
അതിൻ്റെ നാശമായിരിക്കും കൊയ്യുന്നത്. ശ്രദ്ധിക്കണേ, നാം വിതയ്ക്കുന്നത് ഭിന്നതയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിരിക്കും നാം കൊയ്യുന്നത്. നാം വിതയ്ക്കുന്നത് പരദൂഷണമാണെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിരിക്കും നാം വിതയ്ക്കുന്നത്. നാം വിതയ്ക്കുന്നത് വിദ്വേഷമാണെങ്കിൽ അതിൻ്റെ അനന്തരഫലമായിരിക്കും നാം കൊയ്യുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഇതെല്ലാം ജഡത്തിൻ്റെ വിതയാണ്. നീ ജഡത്തിൽ വിതച്ചാൽ നാശം എന്ത് ചെയ്യും? കൊയ്യും, നാശം കൊയ്യും. അപ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, ചിലർക്ക് വിതയിൽ വായിൽ നിന്ന് വന്നാൽ ഇതേ വരത്തോളൂ. ഗോസിപ്പ്, പരദൂഷണം, അസൂയ, ഇതെല്ലാം നമ്മൾ ഓരോരുത്തരും വിതയ്ക്കുന്ന വിത്തുകൾ. അറിഞ്ഞോ അറിയാതെയോ ഒക്കെ കുറ്റം പറയുമ്പോൾ ഓർത്തോണം, നിനങ്ങും വരുന്നുണ്ടൊരു കാലം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ വിതയ്ക്കുന്ന വിത എന്താണെന്ന് നമ്മൾ വ്യക്തമായി തിരിച്ചറിയണം. ഓക്കെ, അപ്പൊ എന്ത് വിതച്ചാലും കൊയ്യുന്ന ഒരു ദിനമുണ്ട്. വിതയ്ക്കുമ്പം തന്നെ കൊയ്യത്തില്ല, കൊയ്ത്തിനൊരു സമയമുണ്ട്. നമ്മൾ ചിന്തിക്കുന്നു ഇത്രയൊക്കെ കൊയ്തിട്ട് ഇത്രയൊക്കെ വിതച്ചിട്ട് എന്താ കൊയ്യാത്തെ? ദുഷ്ടന്മാര് ദുഷ്ടത പ്രവർത്തിക്കുന്ന കണ്ടിട്ട് ആസാബ് ചോദിച്ചതുപോലെ ഇപ്പോഴും അവന്റെ കണ്ണ് ഉന്തി നിൽക്കുന്നത് എന്താ? ദൈവമേ, നീ മിണ്ടാതിരിക്കുന്ന എന്താ എന്നൊക്കെ ചോദിക്കാറില്ലേ? വിഷമിക്കണ്ട, വിതച്ചതേ ഉള്ളൂ. എന്ത് വരുന്നുണ്ട്? കൊയ്യാനൊരു കാലം വരുന്നുണ്ട്. സ്തോത്രം. അതുകൊണ്ടാണ് അപ്പോസ്തലനായ പൗലോസ് 2 കൊരിന്ത്യർക്ക് ലേഖനം 5:10 പറഞ്ഞത്, അവനവൻ ശരീരത്തിൽ ഇരിക്കുമ്പോൾ ചെയ്തത് നല്ലതാകിലും തീയതാകിലും അതിന് തക്കവണ്ണം പ്രാപിക്കേണ്ടതിന് നാം എല്ലാവരും ക്രിസ്തുവിന്റെ ന്യായാസനത്തിന്റെ മുമ്പാകെ വെളിപ്പെടേണ്ടതാകുന്നു. കണ്ടോ, എപ്പോഴാ കൊയ്ത്ത് നടക്കുന്നറിയാമോ? ന്യായാസനത്തിന്റെ മുമ്പാകെ നിൽക്കുമ്പോഴാ കൊയ്ത്ത് നടക്കുന്നേ. ഇന്ന് നീ വിതയ്ക്കുന്നതൊക്കെ കൊയ്യുന്നൊരു ദിനമുണ്ട്. അതുകൊണ്ട് ദൈവമക്കൾ, പൗലോസ് പറയുന്ന ഭയത്തോടെ നിങ്ങളുടെ പ്രവാസം കഴിക്കണമെന്ന് പൗലോസ് പറയുന്നതിന്റെ അർത്ഥം പിടികിട്ടിയോ? നമ്മൾ നിസ്സാരമായി പറഞ്ഞു വിടുന്ന വാക്കുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വിടുന്ന ഗോസിപ്പ് ഉണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വിടുന്ന പരദൂഷണമുണ്ടല്ലോ, നമ്മൾ പറഞ്ഞു വിടുന്ന വിദ്വേഷത്തിന് വിത്തുണ്ടല്ലോ, കൊയ്യുന്ന ഒരു ദിനമുണ്ട്. മറന്നു പോകരുത്. ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ആര് പറയണം? മനസ്സിലാവുന്നുണ്ടോ? ജഡത്തിന്റെ പ്രവൃത്തിയെ നീ വിതച്ചാൽ നീ കൊയ്യുന്നത് ജഡത്തിന്റെ പ്രവൃത്തിയായിരിക്കും. അവനവൻ ചെയ്യുന്നത് നല്ലതാകലും തീയതാകലും. 3:13 കൂടെ വായിച്ചേ. അന്ന് തീയിൽ ശോധന ചെയ്യപ്പെടും, ആ ദിവസം അതിന് തെളിവാകും. അത് തീയോടെ വെളിപ്പെട്ടു വരും. ആ ദിവസം എന്നാ? കൊയ്ത്തിന്റെ ദിവസം. കൊയ്ത്തിന്റെ ദിവസം അത് തെളിവാകും. അന്ന് എന്ത് ചെയ്യുന്ന? തീയോടെ വെളിപ്പെട്ട് വരും. അപ്പോ ദൈവമക്കളെ വ്യക്തമായി മനസ്സിലാക്കണം, ജഡത്തിൽ ആരും വിതയ്ക്കരുത്. നീ ജഡത്തിൽ വിതച്ചാൽ നീ നാശം കൊയ്യും. ഇന്ന് നീ ഒന്നും അറിയത്തില്ല, ഇന്നൊരു പക്ഷേ നിനക്ക് ശുഭമായിരിക്കും. നീ വിതച്ചതേ ഉള്ളൂ. ഇന്ന് ആരോഗ്യത്തോടെ നടക്കും. അല്ലേ? നീതിമാന്മാർ കഷ്ടപ്പെടുമ്പോൾ നീ ആരോഗ്യത്തിൽ നടക്കുമ്പോൾ നിന്റെ വിശുദ്ധിയുടെ ശ്രേഷ്ഠതയാണെന്ന് ആരും ചിന്തിക്കരുത്. നമ്മുടെ വിശുദ്ധിയുടെ വലുപ്പമാണെന്ന് ആരും ചിന്തിക്കരുത്. നമ്മൾ കൊയ്തതിനൊരു കൊയ്ത്ത് വെച്ചിരിക്കുക, വിതച്ചതിനൊരു കൊയ്ത്ത് വെച്ചിരിക്കുക. അതാണ് ജഡത്തിന്റെ കൊയ്ത്ത്. ഓക്കെ, അവിടെ നമുക്ക് നിൽക്കട്ടെ. രണ്ടാമത്തെ ഭാഗമാണ് ആത്മാവിൽ വിതയ്ക്കുക, നിത്യജീവനെ കൊയ്യും. സ്തോത്രം. അപ്പോ ആത്മാവിന്റെ ഒരു വിതയുണ്ട്. നീ അനുഗ്രഹം പ്രതീക്ഷിക്കുന്നെങ്കിൽ എന്തോ ചെയ്യണം? അനുഗ്രഹം വിതയ്ക്കണം. ഹല്ലേലൂയ. അപ്പോ ആത്മാവിന്റെ വിതയുണ്ട്. സ്തോത്രം. നമ്മൾ നന്മ പ്രാപിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നന്മ വിതയ്ക്കണം. അപ്പൊ ആത്മാവിന്റെ വിത കുറിച്ച് അവിടെ പൗലോസ് പറയുന്നത്, ആത്മാവിൽ വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യുമെന്ന്? നിത്യജീവനെ കൊയ്യും. അത് നിത്യജീവനെ കൊയ്യും. അപ്പം സദൃശവാക്യം 11:18 വാക്യം വായിച്ചേ. നീതി വിതയ്ക്കുന്നവനോ, ഇത് ആത്മാവിന്റെ വിതയാ. നേരത്തെ പറഞ്ഞത് ജഡത്തിന്റെ വിത ഏതാ? സ്തോത്രം. അന്യായം വിതയ്ക്കുന്നവനെ കുറിച്ചും അനീതി വിതയ്ക്കുന്നതിനെ കുറിച്ചും മുന്നേ പറഞ്ഞല്ലോ. ഇവിടെ പറഞ്ഞിരിക്കുന്നു നീതി വിതയ്ക്കുന്നവൻ എന്ത് കിട്ടുമെന്നാ? വാസ്തവമായി പ്രതിഫലം ലഭിക്കും. നീതി വിതയ്ക്കുന്നവൻ. ഹോശിയ 10:12. ഹോശിയ 10:12.
ആ നീതിയിൽ വിതയ്ക്കുവിൻ. ദൈവമക്കളെ, നമ്മൾ നീതികേട് ഒന്നും ചെയ്യരുത്. നീതിയോടെ ജീവിക്കണം, നീതിയോടെ സംസാരിക്കണം, നീതിയിൽ നിങ്ങൾ വിതയ്ക്കണം. അങ്ങനെയെങ്കിൽ നിങ്ങൾ നന്മ കൊയ്യും. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട് നമ്മൾ വായിച്ച ഭാഗത്ത്. നന്മ ചെയ്യുന്നതിൽ നിങ്ങൾ എന്ത് ചെയ്യരുത്? നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്. തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് കൊയ്യും. ഇന്ന് പകൽക്കാലം ഓർത്തോണം, നമ്മൾ ആത്മാവിൽ വിതയ്ക്കുന്നതാ കൊയ്യുന്നത്. നീ വിശ്വാസം വിതച്ചാൽ വിശ്വാസത്തിന്റെ അനന്തരഫലമായ അത്ഭുതം നീ കാണും. ആമേൻ. വിശ്വസിക്കാൻ തയ്യാറായാൽ ആ വിശ്വാസത്തിൽ നിന്ന് ചിലതൊക്കെ നീ കൊയ്യും. ആമേൻ. ഇതൊക്കെ നടക്കുന്നത് വിത ചെയ്യുമ്പോഴാണ്. വിതയ്ക്കാതെ കൊയ്യാമെന്നിരിക്കരുത്. നീ വിതയ്ക്കാതെ ഹീലിംഗ് നീ പ്രതീക്ഷിക്കരുത്. നീ വിതയ്ക്കാതെ നീ അത്ഭുതം പ്രതീക്ഷിക്കരുത്. അല്ലെങ്കിൽ വിതയ്ക്കാതെ അനുഗ്രഹം പ്രതീക്ഷിക്കരുത്. നീ വിതയ്ക്കുമ്പോഴാണ് അത്ഭുതം കാണുന്നത്. സ്തോത്രം. അപ്പോ ആത്മാവിൽ വിതയ്ക്കുന്ന വിത. സ്തോത്രം. അപ്പോൾ രണ്ടാമത്തെ കാര്യമാണ് പറഞ്ഞത്, വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. വിതയ്ക്കുന്നത് തന്നെ കൊയ്യും. ഞാൻ അവിടെ കൊണ്ട് നിർക്കുക. മൂന്നാമത്തെ തത്വം എന്ന് പറയുന്നത് വിതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന മറ്റൊരു ഭാഗമാണ് 2 കൊരിന്ത്യർക്ക് ലേഖനം 9:6-7. Reap more than we sow. എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും. മതി. നിങ്ങൾ വിതയ്ക്കുന്നതിനേക്കാൾ അധികമായി എന്ത് ചെയ്യുന്നേ? കൊയ്യുന്നേ. അല്ലേ? വിധിയുടെ പ്രതിഭാസമാണ് നമുക്കിവിടെ കാണുന്നത്. നമ്മൾ ലോഭമായി വിതയ്ക്കുന്നവൻ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞേ? ലോഭമായി കൊയ്യും. ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും. ഇവിടെ പൗലോസ് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റ്, ആ ഭാഗം ഒന്ന് ശ്രദ്ധിക്കണം. നീ 2 പറ വിത്ത് വിതച്ചാൽ 2 പറയുടെ വിത്തിന്റെ കൊയ്ത്തേ നിനക്ക് കിട്ടത്തുള്ളൂ. 10 പറ വിതച്ചാലോ അതിനനുസരിച്ചുള്ള വിത അല്ലെങ്കിൽ കൊയ്ത്ത് നമുക്ക് ലഭിക്കും. അപ്പോ നമ്മൾ 2 പറ വിതയ്ക്കുന്നവൻ 10 പറ വിതയ്ക്കുന്നതിന്റെ കൊയ്ത്തിനെ കണ്ടിട്ട് അസൂയപ്പെട്ടിട്ട് വല്ല കാര്യമുണ്ടോ? ശ്രദ്ധിക്കണേ. 2 പറ വിതയ്ക്കുന്നവൻ 10 പറ വിതയ്ക്കുന്നവന്റെ കൊയ്ത്ത് കണ്ടിട്ട് അയ്യോ ഞാനും വിതച്ചു അവനും വിതച്ചു, അവൻ ഇത്രയും കിട്ടിയത് എങ്ങനാ എന്ന് ചോദിക്കുന്നതിനകത്ത് വല്ല പ്രസക്തിയുണ്ടോ? കൊയ്ത്തിന്റെ പ്രതിഭാസമാണ് നീ വിതയ്ക്കുന്നതിന്റെ അളവിനനുസരിച്ച് ഒത്തവണ്ണമാ നമുക്ക് ലഭിക്കുന്നത്. അപ്പോൾ വിതയ്ക്കുന്നത്, സ്തോത്രം, നമ്മൾ വിതയ്ക്കുന്നത് വെറുതെയാണെന്ന് നമ്മൾ ചിന്തിക്കരുത്. വിതയ്ക്കുന്നതിന് ഒരു കൊയ്ത്തുണ്ട്, അല്ലേ? ഇവിടെ കൊയ്ത്തിനോടുള്ള ബന്ധത്തിൽ ഒരു സ്റ്റേറ്റ്മെന്റ്, വിതയ്ക്കുന്നതിൻ്റെ ഒരു വ്യവസ്ഥയാണ് അപ്പോസ്തലനായ പൗലോസ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ കൊയ്ത്ത് പൗലോസ് ഇവിടെ പറയുന്നത് ദൈവനാമത്തിൽ ചെയ്യുന്നതിനുള്ള ബന്ധത്തിലാണ്, കൊടുക്കുന്നതിനുള്ള ബന്ധത്തിലാണ് പൗലോസ് അവിടെ പറയുന്നത്. ശ്രദ്ധിക്കണേ ആ ഭാഗം. 2 കൊരിന്ത്യർക്ക് ലേഖനം ആ ഭാഗം ഒന്നും ഇട്ടിട്ട് റെഫറൻസ് ഇട്ടേടാ. അവിടെ പറഞ്ഞിരിക്കുന്നത്, സ്തോത്രം, എന്നാൽ ലോഭമായി വിതയ്ക്കുന്നവൻ ലോഭമായി കൊയ്യും, ധാരാളമായി വിതയ്ക്കുന്നവൻ ധാരാളമായി കൊയ്യും എന്ന് ഓർത്തുകൊള്ളുവിൻ. അവനവൻ ഹൃദയത്തിൽ നിശ്ചയിച്ചതുപോലെ കൊടുക്കട്ടെ, സങ്കടത്തോടെ അരുത്, നിർബന്ധത്താലും അരുത്. സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. മതി. ശ്രദ്ധിക്കണേ, ഇവിടെ കൊടുക്കുന്നതിനോടുള്ള ബന്ധത്തിൽ ആ പൗലോസ് വിതയായി അതിനെ കണക്കാക്കിയേക്കുന്നത്. അപ്പോ പൗലോസ് പറയാണ്, നീ എങ്ങനെ വിതയ്ക്കണം എന്ന് പറഞ്ഞേ? നിർബന്ധിച്ചിട്ട് വിതയ്ക്കണമെന്നാ പറഞ്ഞേ? പൗലോസ് വ്യക്തമായി പറയുന്നുണ്ട്, നിർബന്ധത്താൽ എന്ത് ചെയ്തരുത്? അരുത്, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ സന്തോഷത്തോടെ. അപ്പോ ദൈവനാമത്തിൽ ചെയ്യുന്നതിനൊക്കെ ഉണ്ടല്ലോ നിർബന്ധം പാടില്ല. നിർബന്ധിച്ചിട്ട് ആരും കൊടുക്കാൻ ശ്രമിക്കുക, അതുകൊണ്ട് പ്രതിഫലമില്ല. പിന്നെ എങ്ങനെ കൊടുക്കണമെന്നാ? സന്തോഷത്തോടെ. എങ്ങനെ കൊടുക്കണം? അത് മൂലം പറഞ്ഞിരിക്കുന്നത് ലോഭമായി കൊടുക്കാനല്ല, പിന്നെ ധാരാളമായി വിതയ്ക്കണം. വിതയ്ക്കുമ്പോൾ ആ വിത എന്ന് പറയുന്നത് ആരും പറഞ്ഞിട്ടോ പ്രേരിപ്പിച്ചിട്ടോ അല്ല, സങ്കടത്തോടെ അല്ല, നിർബന്ധിച്ചിട്ടരുത്, പിന്നെ സ്വയമായി കൊടുക്കണം, ആരും പറയാതെ. അവിടെയാണ് പ്രതിഫലം ലഭിക്കുന്നത്, മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്, വർധന നടക്കുന്നത്, കൊയ്യുവാൻ നിനക്ക് ധാരാളം നിന്റെ കയ്യിൽ ലഭിക്കുന്നത്. സ്തോത്രം. നമ്മളൊരു കൂട്ടായ്മയെ കൂടി വരുമ്പോൾ കൊടുക്കാനൊന്നും ആരും പറഞ്ഞിട്ട് കൊടുക്കാൻ ശ്രമിക്കരുത്. മനസ്സിലാവുന്നുണ്ടോ? ഇതൊക്കെ നിന്റെ ഹൃദയത്തിനകത്ത് ദൈവം തരുന്ന പ്രേരണയാണ്. അത് നമ്മൾ ചെയ്യുമ്പോൾ എന്തു ചെയ്യും? ധാരാളമായി. അത് നിർബന്ധിച്ചുകൊണ്ടോ പ്രേരിപ്പിച്ചുകൊണ്ടോ അല്ല. സ്തോത്രം. ഞാൻ ഇവിടെ പല ആവശ്യങ്ങൾ ചില സമയത്ത് പറയുന്നുണ്ട്.
ചില പ്രൊജക്ടർ മേടിക്കുന്ന കാര്യം പറഞ്ഞു, മൈക്ക് മേടിക്കുന്ന. ഇവിടുന്ന് ഇറങ്ങുന്നതിന് മുമ്പ് 2 3 പേര് ഞാൻ ചെയ്യാമെന്ന് പറഞ്ഞ് മുന്നോട്ട് വന്നിട്ടുണ്ട്. ആരും നിർബന്ധിച്ചിട്ടല്ല, പ്രേരിപ്പിച്ചിട്ടല്ല, അവരെ ഫോഴ്സ് ചെയ്തിട്ടല്ല. അവരുടെ ഹൃദയത്തിൽ വിതപ്പാൻ ദൈവം കൊടുത്തൊരു പ്രേരണയാണ്. ഞാൻ വിശ്വസിക്കുന്നു, അവർ 500 പൗണ്ട് കൊടുത്തെങ്കിൽ അവരുടെ കരങ്ങളിൽ 5000 മേടിപ്പാൻ ദൈവം കൃപ നൽകും. അതാ വ്യവസ്ഥ. ഇത് ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന വ്യവസ്ഥയാണ്. മാത്രമല്ല, ഇങ്ങനെ നിങ്ങൾ ചെയ്താൽ, 10-ാം വാക്യം വായിച്ചു ഇനി. എന്നാൽ വിതയ്ക്കുന്നവന് വിത്തും ഭക്ഷിപ്പാൻ ആഹാരവും നൽകുന്നവൻ നിങ്ങളുടെ വിതയും നൽകി പൊലിപ്പിക്കുകയും, നിങ്ങളുടെ വിതയെ എങ്ങനെ ചെയ്യുന്ന? പൊലിപ്പിക്കുകയും നിങ്ങളുടെ നീതിയുടെ വിളവ് വർദ്ധിപ്പിക്കുകയും ചെയ്യും. എപ്പോഴ്? വിതയ്ക്കുമ്പോൾ. വിതയ്ക്കാത്തവൻ പൊലിക്കുന്നത് കാണാതിരിക്കരുത്, വിതയ്ക്കാത്തവൻ വർദ്ധിക്കുന്നത് കാണാതിരിക്കരുത്. വർധന വേണമെങ്കിൽ വിതയ്ക്കാതെ പൊലിക്കുകയില്ല, വർദ്ധിക്കുകയില്ല. ഓക്കെ, കർത്താവിൻ്റെ കയ്യിൽ കൊടുക്കുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്? മൾട്ടിപ്ലിക്കേഷൻ നടക്കുന്നത്. എവിടെയാണല്ലോ എല്ലായിടവും നടക്കുന്നത്. അപ്പോൾ കർത്താവിൻ്റെ കരങ്ങളിൽ നമുക്ക് കൊടുക്കണം. കൊടുത്തു കഴിയുമ്പോൾ ഇവിടെ പൗലോസ് പറഞ്ഞിരിക്കുന്ന സാരി ശ്രദ്ധിക്കണം. നമ്മൾ കൊടുക്കുമ്പോൾ അത് കർത്താവ് വർദ്ധിപ്പിക്കും. അതായിരിക്കും നിങ്ങൾ അനുഭവിക്കുന്നത്. ഇത് നമ്മൾ കർത്താവിനോട് പറയുക, കർത്താവെ എന്നെ വർദ്ധിപ്പിക്കണമേ, എൻ്റെ ശമ്പളം ഇൻക്രീസ് ആക്കണേ, ബാൻഡ് ഒന്ന് മാറ്റി തരണേ, അല്ലേ? ഇതൊക്കെ നമ്മുടെ പ്രാർത്ഥന. കർത്താവ് ചോദിക്കുക, നീ വല്ലതും കൊടുക്കുന്നുണ്ടോ? നീ വല്ലതും കൊടുക്കുന്നുണ്ടോ കർത്താവിന്? സ്തോത്രം. പണ്ടൊരു സഹോദരൻ, പണ്ടല്ല, നമ്മുടെ ഒരു സഹോദരൻ തന്നെ ചോദിച്ചതാ, എനിക്ക് ജോലി, നിനക്ക് ജോലി നമ്മൾ കർത്താവിനോട് പറയത്തില്ലേ, കർത്താവ് എനിക്ക് ബാൻഡ് 6, ഈ ബാൻഡ് 6 നിനക്ക് തന്നിട്ട് കർത്താവിന് എന്താ പ്രയോജനം? കർത്താവിന് വല്ല പ്രയോജനമുണ്ടോ? അവിടെയാ കർത്താവ് നോക്കുന്നേ. നിന്റെ ജോലിയിൽ മുന്നേറ്റം, നിന്റെ അഭിവൃദ്ധി തന്നിട്ട് കർത്താവിന് എന്ത് പ്രയോജനമുണ്ടായി? എന്നിട്ട് നമ്മളിത് വർത്തിക്കുക, ഓപ്പൺ 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 ഓപ്പൺ, കർത്താവെ ഓപ്പൺ ചെയ്യണം. അതിൻ്റെ കൂടെ യേശുവിൻ്റെ നാമം കൂടെ ഒക്കെ അങ്ങ് ചേർക്കും. പക്ഷേ വിതയ്ക്കാതെ മൾട്ടിപ്ലിക്കേഷൻ നടക്കത്തില്ല, വിതയ്ക്കാതെ വർധന വരത്തില്ല, വിതയ്ക്കാതെ കൊയ്ത്ത് നടക്കത്തില്ല. നമ്മുടെ കയ്യിലുള്ളത് വിതയ്ക്കുമ്പോഴാ എന്ത് ചെയ്യുന്നേ? വർധന നടക്കുന്നേ. സ്തോത്രം. അതുകൊണ്ടാണ് പൗലോസ് പറഞ്ഞത്, നിങ്ങൾ ലോഭമായി വിതയ്ക്കരുത്, ധാരാളമായി വിതയ്ക്കണം. അതുകൊണ്ടാണ് കർത്താവായ യേശു ക്രിസ്തു 2 കാശിട്ട വിധവയെക്കുറിച്ച് പറഞ്ഞത്. അവളാണ് ഏറ്റവും വലുത് ചെയ്തത്. കാരണം അപ്പം നമ്മുടെ പ്രശ്നം, നമ്മുടെ എല്ലാ കാര്യങ്ങളും സെറ്റിൽ ചെയ്തിട്ട് കർത്താവിന് കൊടുക്കാതിരുന്നാൽ കൊടുക്കാൻ പറ്റത്തില്ല. എന്നാൽ നിന്റെ ഇല്ലായ്മയിൽ മാറ്റി വെച്ച് കർത്താവിന് കൊടുത്താലുണ്ടല്ലോ, ഹി വിൽ മൾട്ടിപ്ലൈ ഇറ്റ്. ഓക്കെ, ഞാൻ ആ തത്വം പറഞ്ഞുകൊണ്ട് വിടുക. ഇങ്ങനെയുള്ള ഭാഗങ്ങളിലാണ് ഇതൊക്കെ പറയാൻ പറ്റുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കണം, ഇവിടെ സമ്പത്തിനോടുള്ള ബന്ധത്തിലാണ് പറഞ്ഞിരിക്കുന്നെങ്കിലും ഒരു കാര്യം മനസ്സിലാക്കണം. നമ്മൾ വിതയ്ക്കുന്നത് എന്താണ്? നമ്മുടെ ടൈം, നമ്മുടെ ലവ്, നമ്മുടെ സ്നേഹം, നമ്മുടെ കരുണ, നമ്മുടെ ബഹുമാനം, ഒക്കെ അതിനേക്കാൾ ഉപരി നമ്മൾ വിതയ്ക്കുന്നതാണ് നാം വിതയ്ക്കുന്ന ഓരോ വിത്തുകളും. ശ്രദ്ധിക്കണേ, നാം വിതയ്ക്കുന്ന ഓരോ വാക്കുകളും, നാം പറയുന്ന വാക്കുകളൊക്കെ ഓരോ സ്തോത്രം. We can change the circumstances by the word we speak. നമ്മൾ പറയുന്ന വാക്കുകൊണ്ട് സാഹചര്യങ്ങളെ മാറ്റാൻ പറ്റും. അപ്പോൾ പറയുന്ന വാക്കുകൾ വിതയ്ക്കുന്ന വിത്തുകളാണെന്ന് നമ്മൾ പറന്നു പോകരുത്. ഓക്കെ, അപ്പോൾ അവിടെ കൊണ്ട് അത് വിടുക. വിതയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന 4-ാമത്തെ ഭാഗത്തിലേക്ക് വരുന്നു. നമ്പർ 4, ഹൗ ഷുഡ് വി സോ, എങ്ങനെ നമ്മൾ വിതയ്ക്കണം? നമ്മൾ വായിച്ച സങ്കീർത്തനമാണ് ഒന്നാമതായി ചിന്തിക്കുന്നത്. സോ വിത്ത് ടീയേഴ്സ്, കണ്ണുനീരോടെ വിതയ്ക്കണം. എങ്ങനെ വിതയ്ക്കേണ്ടത്? കണ്ണുനീരോടെ വിതയ്ക്കണം, അല്ലേ? സ്തോത്രം. എന്താണ് കണ്ണുനീരോടെ വിതയ്ക്കുന്നത്? എന്താ കണ്ണുനീരോടെ വിതയ്ക്കുന്നേ? നിന്റെ പ്രാർത്ഥന, നീ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന കണ്ണുനീരോടെ നീ വിതച്ചാൽ എങ്ങനെ കൊയ്യും? ആർപ്പോടെ കൊയ്യും. ഇന്ന് പകൽക്കാലം ഓർത്തോണം, പ്രാർത്ഥിക്കേണ്ട സമയത്ത് നിന്ന് മുട്ടുമടക്കിയാൽ ആർപ്പോടെ കൊയ്യുന്നൊരു ദിവസമുണ്ട്. ഹല്ലേലൂയ. ഒന്നാമത്തെ വിത്തിന്റെ വിതയുടെ ഒന്നാമത്തെ കാര്യം, എങ്ങനെ നമ്മൾ വിതയ്ക്കണം? വിത്ത് ടീയേഴ്സ്, സന്തോഷത്തോടെ വിതയ്ക്കണം, ആർപ്പോടെ വിതയ്ക്കണം. ഹല്ലേലൂയ. നാം എങ്ങനെ വിതയ്ക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിൻ്റെ കൊയ്ത്ത് നടക്കുന്നത്. ആർപ്പോടെ നിനക്ക് കൊയ്യണോ? ആർപ്പോടെ നിനക്ക് ഒരു കൊയ്ത്ത് നടക്കണോ? കണ്ണുനീരോടെ വിതയ്ക്കണം. ഓക്കെ, ഞാൻ വേഗത്തിൽ പറഞ്ഞു പോകുക. രണ്ടാമത്തെ കാര്യം, സോ വിത്ത് ജോയ്,
സന്തോഷത്തോടെ വിതയ്ക്കണം. അതാണ് നമ്മൾ വായിച്ച 2 കൊരിന്ത്യർ 9:7. ഓക്കെ, സന്തോഷത്തോടെ കൊടുക്കുന്നവനെ ദൈവം സ്നേഹിക്കുന്നു. സന്തോഷത്തോടെ വിതയ്ക്കുന്നവരെ ദൈവം സ്നേഹിക്കുന്നു. അപ്പം നമ്മൾ കൊടുക്കേണ്ടത് എങ്ങനെയാണ്? വിതയ്ക്കുന്നത് എങ്ങനെയാണ്? സന്തോഷത്തോടെ വിതയ്ക്കണം. ഓക്കെ, ദ ആറ്റിറ്റ്യൂഡ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദാറ്റ് വാട്ട് വി ഗീവ്. നമ്മൾ കൊടുക്കുന്നു എന്നതിനേക്കാൾ ഉപരി അതിൻ്റെ പിന്നിലെ ആറ്റിറ്റ്യൂഡാണ് കർത്താവ് നോക്കുന്നത്. മനസ്സിലായോ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളുടെ പിന്നിലുള്ള ആ ഒരു കാര്യമാണ് കർത്താവ് നോക്കുന്നത്. സ്തോത്രം. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് എങ്ങനെ ചെയ്യണം? സന്തോഷത്തോടെ കൊടുക്കണം, വിതയ്ക്കണം. 3, സോ വിത്ത് ഫെയ്ത്ത്. യാക്കോബിന്റെ ലേഖനം 5:7 പറയുന്നു. സ്തോത്രം. വിശ്വാസത്തോടെ നാം വിതയ്ക്കണം. എന്നാൽ സഹോദരന്മാരെ, കർത്താവിന്റെ പ്രത്യക്ഷത വരെ ദീർഘക്ഷമയോടെ ഇരിപ്പീൻ. കൃഷിക്കാരൻ ഭൂമിയുടെ വിലയേറിയ ഫലത്തിന് കാത്തുകൊണ്ട് മുൻമഴയും പിന്മയും അതിന് കിട്ടുവോളം ദീർഘക്ഷമയോടെ ഇരിക്കുന്നുവല്ലോ. ദീർഘക്ഷമയോടെ, വിശ്വാസത്തോടെ താൻ വിതയ്ക്കുക. അപ്പൊ താൻ വിതയ്ക്കുമ്പോൾ ഉള്ളിലൊരു വിശ്വാസമുണ്ട്, എനിക്ക് റിസൾട്ട് ഉണ്ടാകും. ഇന്ന് പകൽക്കാലം ഇതിനകത്തിരുന്ന് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ അകത്തളത്തിലൊരു വിശ്വാസം ഉണ്ടാകണം. ഞാൻ ഈ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു കൊയ്ത്തുണ്ട്. ഹല്ലേലൂയ. വെറുതെ അല്ല, ഞാൻ ഉപവസിക്കുന്ന ഉപവാസത്തിനൊരു കൊയ്ത്തുണ്ട്. അതാ, ആ ഒരു വിശ്വാസത്തോടെ നിങ്ങൾ വിതച്ചാൽ നിങ്ങൾ കൊയ്യാനിടയായി തീരും. ആമേൻ. അപ്പോൾ നിങ്ങളുടെ വിത എങ്ങനെ ആയിരിക്കണം? വിശ്വാസത്തോടെ വിതയ്ക്കണം. സമയമില്ലാത്തതുകൊണ്ട് ഞാൻ വിശദീകരിക്കുന്നില്ല, വേഗത്തിൽ പോവുക. 3, 4 അടുത്ത കാര്യം, സോ വിത്ത് പേഷ്യൻറ്റ്. ക്ഷമയോടെ എന്ത് ചെയ്യണം? വിതയ്ക്കണം. അല്ലേ? ഗലാത്യ ലേഖനം, നന്മ ചെയ്യുകയിൽ നാം മടുത്തു പോകരുത്, തളർന്നു പോകാഞ്ഞാൽ തക്ക സമയത്ത് നാം കൊയ്യും. ആകയാൽ അവസരം കിട്ടും പോലെ നാം എല്ലാവർക്കും, വിശേഷ സഹവിശ്വാസികൾക്ക് നന്മ ചെയ്യുക. നന്മ ചെയ്യുന്നതിൽ നാം എന്ത് ചെയ്യരുത്? മടുത്തു പോകരുത്. പ്രേരിപ്പിച്ചിട്ടല്ല, മടുത്തു പോകാതെ നന്മ ചെയ്യണം. അങ്ങനെ ക്ഷമയോടെ നമ്മൾ എന്ത് ചെയ്യണം? വിതയ്ക്കണം. അവസാനമായി പറയുന്നു, സോ ഇൻ സീക്രട്ട്. രഹസ്യത്തിൽ വിതയ്ക്കണം. രഹസ്യത്തിൽ. എന്തുവാ നമ്മൾ രഹസ്യത്തിൽ വിതയ്ക്കുന്ന വിത? എന്തുവാ രഹസ്യത്തിൽ വിതയ്ക്കുന്ന വിത? ഹലോ, ആരും കാണാതുള്ള കാര്യങ്ങളൊന്നും അല്ല പറയുന്നേ. പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം പറഞ്ഞിരിക്കുന്നത് എന്താ? രഹസ്യത്തിൽ കാണുന്ന നിന്റെ പിത, അറയിൽ കടന്ന് വാതിലടച്ച് നീ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഉണ്ടല്ലോ, നീ വിതയ്ക്കുന്ന ഓരോ വിത്ത. നീ ഒഴുക്കുന്ന കണ്ണുനീരുണ്ടല്ലോ, വിതയ്ക്കുന്ന ഓരോ വിത്ത. സ്തോത്രം. അതുകൊണ്ട് നീ വിതയ്ക്കേണ്ടത് എങ്ങനെയായിരിക്കണം? രഹസ്യത്തിൽ വിതയ്ക്കണമെന്നാ ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകുക. അപ്പോൾ ഇത്രയും ഭാഗങ്ങൾ വിതയോടുള്ള ബന്ധത്തിൽ ചില കാര്യങ്ങളാണ്. ഇനി ഈ വിതയ്ക്കുന്ന വിതക്കാരന് ഒരു പ്രതീക്ഷയുണ്ട്. വെറുതെ വിതയ്ക്കത്തില്ല, കൊണ്ട് വിതയ്ക്കുമോ? വിതക്കാരനൊരു പ്രതീക്ഷയുണ്ട്. ഇനി നമ്മൾ ചിന്തിക്കുന്നത് എക്സ്പെക്ടേഷൻ ബിഹൈൻഡ് സോയിങ് ദ സീഡ്. നമ്മൾ ഒരു കാര്യം ചെയ്യുമ്പോൾ അതിൻ്റെ പിന്നിൽ ലക്ഷ്യമില്ലേ? ഉണ്ടോ? നിങ്ങൾ നിലം ഒരുക്കി എല്ലാം കഷ്ടപ്പെട്ട് വിതയ്ക്കുമ്പോൾ നിങ്ങളുടെ പ്രതീക്ഷ എന്താ? കൃഷിയെക്കുറിച്ച് ചിന്തിച്ചേ. നിങ്ങൾ 4 തക്കാളിയുടെ വിത്ത് ഇടുമ്പോൾ നിങ്ങൾ എന്തോ പ്രതീക്ഷിക്കുന്നേ? അതിൽ നിന്ന് ചക്കക്കുരു വിളിച്ചു വരുമെന്നാണ് പറയുന്നത്. അല്ല, അതിൽ നിന്ന് നല്ലൊരു വിളയുണ്ടാകും. ആ നല്ലൊരു കൊയ്ത്തിന് വേണ്ടി, അല്ലെങ്കിൽ നല്ലൊരു വിളവിന് വേണ്ടിയാണ് നമ്മൾ അത് എന്ത് ചെയ്യുന്നത്? വിതയ്ക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ, കുഴപ്പമില്ല. അപ്പോൾ ഓരോ വിതക്കാരനും വിതയ്ക്കുമ്പോൾ അവനൊരു പ്രതീക്ഷയുണ്ട്. ഒരു ദിവസമുണ്ട്, അന്ന് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഈ നല്ല മണിയും നമ്മുടെ നാട്ടിൽ കൊയ്ത്ത് കഴിഞ്ഞ് വരുമ്പം കൊയ്ത്തിനകത്ത് ഈ നെല്ലുമുണ്ട്, പിന്നെന്തുണ്ട്? വേറുണ്ട്, കതിരും പതിരുമുണ്ട്. അപ്പം പതിര് കിളിച്ച് നിൽക്കുന്ന കണ്ടുകൊണ്ട് കൊയ്യുന്നവർ അതവിടെ വെച്ചിട്ടൊന്നും വരത്തില്ല, എല്ലാം കൂടെ ചേർത്താണ് വെച്ചുകൊണ്ട് വരുന്നത്. എന്നിട്ട് ഇത് എന്താ ചെയ്യുന്നേ? വീട്ടിൽ കൊണ്ടുവന്നിട്ട് ഇതെല്ലാം ചെയ്തിട്ട് ഇപ്പോൾ ഒരു പരിപാടിയുണ്ട്. എന്ത് ചെയ്യും? കുട്ടനാട് കയറി പറ, പാറ്റും. നല്ല കാറ്റുള്ള ദിവസം ഒന്ന് മേലോട്ട് വാരിയിടുമ്പം നെൽമണി നേരെ താഴോട്ട് വീഴും, പറന്ന് അപ്പുറത്തോട്ട് പോകും. അല്ലെങ്കിൽ നല്ല പവർഫുൾ ഫാൻ കൊണ്ടുവെക്കും. അല്ലേ? ഇപ്പം മിഷനാ. ഓക്കെ, മിഷൻ കൊണ്ടുവെക്കും. ഈ നെല്ലിങ്ങനെ മേലോട്ട് ഇടുമ്പം പതിരെല്ലാം മാറി അങ്ങോട്ട് പോകും. ഈ പതിരിനെ എല്ലാം കൂടെ വാരി എന്ത് ചെയ്യും? പിന്നെ അവസാനം കത്തിക്കും.
മനസ്സിലാവുന്നുട്ടോ? പ്രൈസ് ഗാഡ്. ജോൺസൺ ബ്രദർ പറഞ്ഞ വളരെ വാസ്തവമാണ്. സ്തോത്രം. ഇതാണ് പണ്ടത്തെ കാലത്ത് കോൾഗേറ്റ്. സ്തോത്രം അല്ലേ? പ്രൈസ് ഗാഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് ഇത് വേർതിരിക്കുന്നൊരു ദിവസമുണ്ട്. ഇപ്പോൾ കളയും പതിരും വേർതിരിക്കും, കളയും നല്ലതും തമ്മിൽ വേർതിരിക്കും, മണിയും അതിൻ്റെ പതിരും തമ്മിൽ വേർതിരിക്കും. ഇതെല്ലാം ഒരു ദിവസമുണ്ട്. പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നമ്മൾ വിതയ്ക്കുന്നതാണ് നമ്മൾ കൊയ്യുന്നത്. സ്തോത്രം. അവസാനമായിട്ട് 4 നിലങ്ങളെക്കുറിച്ച് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. എനിക്കിനി വിശദീകരിച്ച് പോകാനുള്ള അതിൻ്റെ വ്യാഖ്യാനം നിങ്ങൾ അതിൻ്റെ താഴത്തു ഭാഗത്ത് നോക്കിയാൽ അതിൻ്റെ ക്ലിയറായിട്ടുള്ള വ്യാഖ്യാനം കിടപ്പുണ്ട്. അതിൽ പരം ഒരു വ്യാഖ്യാനത്തിൻ്റെ ആവശ്യമില്ല. യേശു തന്നെ ശിഷ്യന്മാർക്ക് എന്താണ്, നിങ്ങളെല്ലാവരും ദയവ് ചെയ്ത് ആ ഭാഗം പോയി വായിക്കണം. അതിന് വ്യാഖ്യാനം കിടപ്പുണ്ട്. 4 നിലങ്ങളുണ്ട്. ഒന്ന് വഴിയരികെ, വേ സൈഡ്, വഴിയരികെ വീണ് വിത്ത്. അതിൻ്റെ അർത്ഥം എന്താ? അവിടെ വ്യാഖ്യാനം പറഞ്ഞുകൊണ്ട് കേട്ടു, വചനം കേട്ടു, പക്ഷേ ഗ്രഹിച്ചില്ല. കേട്ടത് എന്ത് ചെയ്തില്ല? ഗ്രഹിച്ചില്ല. വിത്ത് അത് ഗ്രഹിക്കാത്തത് കൊണ്ട് ആര് കൊണ്ടുപോയി? ഇവിടുന്ന് ഞായറാഴ്ച നന്നായി വന്നിരുന്ന വചനമൊക്കെ കേട്ട് തിങ്കളാഴ്ച അങ്ങോട്ട് ഇറങ്ങുമ്പോൾ പിശാച് അടിച്ചോണ്ട് പോകും. പറവ ഇങ്ങനെ നോക്കിയിരിക്കുകയാണ്. സ്തോത്രം. പണ്ടൊക്കെ പറവയെ അടിച്ചു കളയാനുള്ള പരിപാടിയൊക്കെ ഉണ്ടായിരുന്നല്ലേ? അങ്ങനെ വയലിൽ പോയിരുന്ന അടിച്ചുള്ള ആരെങ്കിലും ഉണ്ടോ? പാട്ടൊക്കെ വെച്ച് അടിച്ചവരുണ്ടോ? ഓക്കെ, ഉണ്ട്. അപ്പോൾ അന്ന് അടിച്ചു കളയാം. ഇപ്പം ഇതെങ്ങോട്ട് ഇറങ്ങാൻ നിൽക്കുക. ഞായറാഴ്ച ഇവിടുന്ന് വിത്തൊക്കെ വിട്ട് നല്ല നിലമൊക്കെ ഒരുക്കപ്പെട്ട് നല്ല നിലയിൽ കേട്ടിട്ടൊക്കെ പോവുക. പക്ഷേ തിങ്കളാഴ്ച അങ്ങോട്ട് ഇറങ്ങുമ്പോൾ മറ്റേ പുള്ളി അവിടെ ഇരിപ്പുണ്ട്, അവൻ അടിച്ചുകൊണ്ട് പോകും, കിളിക്കത്തില്ല. ഓക്കെ. രണ്ടാമത്തെ കൂട്ടർ ഞാൻ വിശദീകരിക്കാത്ത സിമ്പിളായിട്ട് പറയുക, അത് പിശാച് കൊണ്ടുപോയി. രണ്ടാമത്തത് പാറ സ്ഥലത്ത് ഉത്സാഹത്തോടെ കേട്ടു. കേട്ട് കഴിഞ്ഞപ്പോൾ ഭയങ്കര ഹല്ലേലൂയ സ്തോത്രമൊക്കെ പറഞ്ഞു. പക്ഷേ പോകത്തില്ല, താഴോട്ട് പോകത്തില്ല. ഇവിടെ ഇരിക്കുമ്പോഴൊരു ഇരിക്കുമ്പേ ഉള്ളൂ. പിന്നെ ഇതങ്ങോട്ട് വളരത്തില്ല, വേര് താഴോട്ട് പോകത്തുമില്ല, വിത്ത് കിളിർക്കത്തുമില്ല. അത് രണ്ടാമത്തെ കൂട്ടർ അല്ലേ? വേരില്ലാത്തത് കൊണ്ട് അത് ഉണങ്ങിപ്പോയി. ആ ട്രിബുലേഷൻസ്, കഷ്ടതകളൊക്കെ വരുമ്പം അത്. മൂന്നാമത്തെ കൂട്ടര് മുള്ളിന് ഇടയിൽ വീണത്. മണ്ണിന് താഴ്ചയിലെ ആ ക്ഷണത്തിൽ അത് മുളച്ചുപോയി, ഇതില്ലേ, കരിഞ്ഞുപോയി. അപ്പം മുള്ളിന് ഇടയിൽ വീണത് അല്ലേ? അതിന്റെ വ്യാഖ്യാനം എന്തോന്ന് വായിച്ചു മോനെ? ആ വാക്യം അതിന്റെ വ്യാഖ്യാനം ഒന്ന് വായിച്ചേ. മുള്ളിനടിയിൽ വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേൾക്കുന്നുവെങ്കിലും ഈ ലോകത്തിന്റെ ചിന്ത, ധനത്തിന്റെ വഞ്ചനയും വചനത്തെ ഞെരുക്കിയിട്ട് നിഷ്ഫലമാക്കി തീരുന്നു. അപ്പോ വചനം കേട്ടു. അപ്പോ തിങ്കളാഴ്ച വീട്ടിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയപ്പോഴാ അടുത്ത ഞായറാഴ്ച ഒരു ഓവർ ടൈം കിട്ടിയിട്ടുണ്ട്. മനസ്സിലായോ? അടുത്ത ഞായറാഴ്ച ഒരു ഓവർ ടൈം കിട്ടിയിട്ടുണ്ട്. അപ്പം എന്ത് കയറി? അതിനകത്ത് കയറി അങ്ങ് പിടിച്ചു. അപ്പൊ ഇന്ന് കേട്ട വിത്ത് ഇതാണ് പ്രശ്നം. അപ്പോൾ ശ്രദ്ധിക്കണം, മുള്ളിന് ഇടയിലായി പോകരുത് കേൾക്കുന്ന വിത്ത്. ഓക്കെ. അവസാനത്തെ എന്നാണ് നല്ല നിലത്ത് വിതയ്ക്കപ്പെട്ടതോ ഒരുത്തൻ വചനം കേട്ട് ഗ്രഹിക്കുന്നതാകുന്നു. അത് നല്ല വിലത്ത് വീണതാ. എന്നിട്ട് അതിന്റെ റിസൾട്ട് വരുന്നത് എങ്ങനെ? അത് വിളഞ്ഞ് 100, 60, 30 മേനി നൽകുന്നു. അത് 100, 60, 30 മേനി വിളയുന്നു. ഓക്കെ. ഒരേ നിലത്ത് വീണതാണ്. പക്ഷെ അവിടെയും പ്രശ്നമുണ്ട്. അവിടെയും എന്തുകൊണ്ട്? നല്ല നിലമൊക്കെയാ. പക്ഷേ ഞാൻ ഇവിടെ നിന്ന് വചനം പറയുമ്പം ഈ വചനം നിങ്ങളിരിക്കുന്ന എല്ലാവർക്കും ഒരുപോലെ റിസൾട്ടല്ല വരുന്നത്. ഇത് 100 കിട്ടുന്നവരുണ്ട്, 60 കിട്ടുന്നവരുണ്ട്, 30 കിട്ടുന്നവരുണ്ട്. ഈ 30 കിട്ടിയതിൻ്റെ 70 എണ്ണം എന്തായിരുന്നു? പലരായിപ്പോയി. പതിരായിപ്പോയി. 70 കിട്ടിയവൻ്റെ 30 എന്തായിപ്പോയി? പതിരായിപ്പോയി. 100 കിട്ടിയവനേ ഉള്ളു സക്സസ്. അപ്പോൾ ഈ കേട്ട വചനം എങ്ങനെ റിസൾട്ട് വന്നേ? 100, 60, 30. ഞാൻ സിമ്പിൾ എക്സാമ്പിൾ പറയാം. ഞാൻ പണ്ടൊരിക്കൽ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഏറ്റെടുക്കുന്ന വചനം നമ്മളിൽ ക്രിയ ചെയ്യുന്നതിൻ്റെ ഒരു സിമ്പിൾ ആ കർത്താവ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. നാം ഈ കേൾക്കുന്ന വചനം അതുപോലെ വിശ്വസിച്ചാൽ അതേപോലെ റിസൾട്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും. സ്തോത്രം. ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരാൾക്ക് നിങ്ങൾ ഇവിടെ വന്നപ്പം ഒരു 1,00,000 രൂപ ബാധ്യതയുള്ള ഒരു വ്യക്തിയാണ് നിങ്ങൾ ഇതിനകത്ത് വന്നത്. ഇവിടെ നിന്നുകൊണ്ട് വചന ശുശ്രൂഷയിൽ പറഞ്ഞു, കർത്താവ് നിൻ്റെ കടത്തെ മാറ്റും. ഓക്കെ. ആ വചനം 3 പേരുണ്ടെന്നിരിക്കട്ടെ, 3 പേരാ, 1,00,000 രൂപയുടെ ബാധ്യതയുണ്ട്. ഈ ബാധ്യതയുമായിട്ടാണ് അവർ വന്നത്. നിൻ്റെ കടഭാരം മാറുമെന്ന് വചനത്തിൽ കൂടെ പറഞ്ഞു വിട്ടു.
ഈ പോയ വ്യക്തി 3 പേര് വന്നല്ലോ, ഒന്നാമത്തവൻ അതുപോലെ അങ്ങ് ഏറ്റെടുത്തിട്ട് അവൻ പോയി. ഒറ്റയാഴ്ച കഴിഞ്ഞപ്പം അവൻ്റെ ഈ 1,00,000 രൂപ വിടാനുള്ള വഴി ദൈവം അവനെ ഒരുക്കി. ഓക്കെ, രണ്ടാമത്തവൻ പോയപ്പം അവൻ പറഞ്ഞു, ഏതായാലും കർത്താവ് പ്രവർത്തിക്കാതിരിക്കത്തില്ലെന്ന് എനിക്കറിയാം. കർത്താവ് പ്രവർത്തിക്കാതിരിക്കത്തില്ല. കർത്താവ് എന്തെങ്കിലും നമ്മൾ പറയത്തില്ലേ, കർത്താവ് എന്തെങ്കിലും ചെയ്യും. നമ്മുടെ ആ വിശ്വാസം എത്ര ഉണ്ട്? 70 ഉള്ളൂ. അപ്പം നീ പോയ വഴിക്ക് 70,000 രൂപ ഒരാൾ തന്നു, 70,000 രൂപയുടെ കടം വീടി, ബാക്കി 30,000 രൂപ നിനക്ക് കിടപ്പുണ്ട്. മൂന്നാമത്തെ പാർട്ടി പോയി, ഏതായാലും കർത്താവ് ചെയ്യുന്നെങ്കിൽ ചെയ്യട്ടെ, എന്തായാലും പ്രാർത്ഥിക്കാം. എന്തായാലും പ്രാർത്ഥിക്കാം. അപ്പം മൂന്നാമത്തെ പോയി പുള്ളിക്ക് 30,000 കിട്ടി. പിറ്റേ ആഴ്ച വന്ന് സാക്ഷ്യം പറയുമ്പോൾ ഒരാൾ പറഞ്ഞു, കർത്താവേ, കഴിഞ്ഞ ആഴ്ച ഞാൻ വചനം കേട്ടുപോയി, ഞാൻ അതുപോലെ വിശ്വസിച്ചു, പോയ വഴി തന്നെ എൻ്റെ 1,00,000 രൂപയുടെ കടം തീർന്നു. സ്തോത്രം. അവൻ അതുപോലെ വിശ്വസിച്ചതാണ്. രണ്ടാമത്തവൻ വിശ്വസിച്ചതിൻ്റെ 70% വിശ്വസിച്ചുള്ളൂ, അവന് 70 കിട്ടിയുള്ളൂ. മൂന്നാമത്തെ 30 വിശ്വസിച്ചുള്ളൂ, 30 കിട്ടിയുള്ളൂ. ഇപ്പം ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം, നിങ്ങൾ എങ്ങനെ വിശ്വസിക്കുന്നു എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് റിസൾട്ട് പുറത്തു വരുന്നത്. ഇന്ന് പകൽക്കാലം നിന്നെ സൗഖ്യമാക്കുമെന്ന് ദൈവത്തിൻ്റെ ആത്മാവ് പറഞ്ഞാൽ അതുപോലെ നീ വിശ്വസിച്ചാൽ സൗഖ്യമായിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നിന്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം ചെയ്യുമെന്ന് കർത്താവ് പറഞ്ഞാൽ അതുപോലെ വിശ്വസിച്ചാൽ കർത്താവ് അത് ചെയ്തിരിക്കും. അല്ല, നീ 70 പോലെ 30 പോലെ പോകാനല്ല, മറിച്ച് 100 വിശ്വസിച്ച് പോയാൽ ഇന്ന് പകൽക്കാലം അത്ഭുതം. കണ്ണുകളടയട്ടെ. ഇന്ന് പകൽക്കാലം നമ്മുടെ വിധ എപ്രകാരമാണ്? പിതാവ് പ്രതീക്ഷിക്കുന്ന ഒരു വിധയുണ്ട്.